ഓം നമോ നാരായണായ. ശ്രീ പത്മനാഭസ്വാമിക്ക് വേണ്ടി ദേവി ലക്ഷ്മി KL12002627 സ്വാമി നടയിൽ സമർപ്പിക്കുന്ന പരീക്ഷണകാല പ്രഭാതകാല നിവേദ്യം. അതായത് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും പൂർത്തിയായി. ഏകദേശം 30 വർഷത്തെ സഹനത്തിന് ശേഷം ശ്രീ പത്മനാഭസ്വാമി സംസാരിക്കുന്നു. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊടുകൈയായി വാഴുന്ന നാട് മലനാട്. അതായത് തുമ്പയും തുളസിപ്പൂവും ഇല്ലാതെ ക്ഷേത്രങ്ങളിൽ തുമ്പപ്പൂവാണ് മംഗല്യത്തിന് ഏറ്റവും നല്ലത്. അതായത് ശിവൻ്റെ പൂവാണ്. അതായത് നടക്കില്ലെന്ന് കാണിക്കുന്ന മംഗല്യങ്ങൾ നടക്കുന്നത് തുമ്പപ്പൂ അർച്ചന വഴിയാണ്. അങ്ങനെ ഞാൻ മകൾക്ക് വേണ്ടി ഏതൊരു ക്ഷേത്രത്തിൽ ഇത് വീട്ടിൽ വെച്ച് ചെയ്തിരുന്നു. തുമ്പപ്പൂ അർച്ചന ഞങ്ങൾ വീട്ടിൽ ആരാധന നടത്തി ശിവന് തുമ്പപ്പൂ അർച്ചന ചെയ്തിരുന്നു. തുമ്പയും തുളസി പത്മനാഭസ്വാമിയാണ്. തുമ്പപ്പൂ വച്ച് ഞാൻ ചാലയിൽ നിന്നും ഓർഡർ ചെയ്ത് തുമ്പപ്പൂ വച്ച് അർച്ചന. അത് വെള്ളപ്പൂവാണ്. അത് ഈ വയലിലൊക്കെ കിട്ടുകയുള്ളൂ. ഈ സ്ത്രീകൾ വയലിൽ പുല്ല് പറിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന പൂവാണ് തുമ്പപ്പൂവ്. ശിവന് വീട്ടിൽ വച്ച് സങ്കല്പിച്ച് ആരാധന ഒരു 10-15 ദിവസം നടത്തിയിരുന്നു. ഒരു മാസത്തേക്ക് 3000 രൂപയോ ഒക്കെ കൊടുക്കണം തുമ്പപ്പൂവിന്. അപ്പോൾ അതുകൊണ്ട് ഇത് വന്നിട്ട് തുമ്പപ്പൂവും തുളസിയും കുടമുല്ലപ്പൂവും തൊടുകൈയായി വാഴുന്ന നാട് മലനാട്. പക്ഷേ തുമ്പപ്പൂ വെച്ച് ആരും അർച്ചന ചെയ്യാൻ പ്രയാസമാണ്. തുമ്പപ്പൂ കിട്ടാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ ഈ തുമ്പപ്പൂ വെച്ച് അർച്ചന ചെയ്തതിൻ്റെ ഫലം ഞാൻ ഇന്ന് അനുഭവിക്കുകയാണ്. എൻ്റെ അമ്മയും അച്ഛനും ആരാണെന്ന് മനസ്സിലാകുകയും ഭാവി ജീവിത പങ്കാളികൾ ആരാണെന്ന് മനസ്സിലാകുകയും ചെയ്യുവാൻ ശിവൻ്റെ തൃക്കണ്ണ് വഴി സാധിക്കും. തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലത് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് മോശമായുള്ള തിരിച്ചറിയാൻ സാധിക്കുകയില്ല. തുമ്പപ്പൂ ചാലയിൽ നിന്നും, അതായത് പഴയ ചാല റോഡിൽ നിന്നും പൂക്കട റോഡിൽ നിന്നും ഓർഡർ ചെയ്തതാണ് പഴയ തുമ്പപ്പൂവ്. തുമ്പപ്പൂവ് അവർ പറഞ്ഞു ഒരു ദിവസം 100 രൂപയ്ക്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല, കാരണം ജോലിക്കാർക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരാൾ ഫ്രിഡ്ജിൽ വച്ചിരുന്ന് പൂവും മൊട്ടും എല്ലാം കൂടെ ഇലയും എല്ലാം കൂടെ തന്നു. അങ്ങനെ അത് സങ്കല്പത്തിൽ ശിവൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളുടെ കണ്ണ് തുറക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശത്രു എത്രത്തോളം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. ശത്രു എത്രത്തോളം പൊങ്ങിച്ചാടിയാലും സമ്മാനം വാങ്ങിക്കാൻ താഴെ വരണ്ടേ. ഇപ്പം ഞാൻ ഈ അഞ്ജു ബേബി ജോർജിനെ പോലെ പൊങ്ങിച്ചാടിയാലും സമ്മാനം വാങ്ങാൻ ഗ്രൗണ്ടിൽ വരണ്ടേ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ലോകത്തിൽ മായയായിട്ട് നടക്കത്തില്ല. നിയമപ്രകാരം കാര്യങ്ങൾ നടക്കും. അതായത് തുമ്പപ്പൂ അർച്ചന ക്ഷേത്രങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീടുകളിലോ ആരാധന സങ്കല്പിച്ച് ശിവന് സങ്കല്പിച്ച് നമ്മൾ കൊണ്ടുവച്ചാലും മതി, ഭയങ്കരമായ എഫക്റ്റ് എടുക്കും. അത് ഓരോ ദൈവത്തിനും ഓരോ രീതിയാണ്. നമ്മൾ വിചാരിക്കും അത് പിശാചാണ്, അതിനെക്കൊണ്ട് ഒന്നും നടക്കുകയില്ല. തുമ്പപ്പൂ അർച്ചന എന്ന് പറഞ്ഞാൽ, ഞാൻ അമരവിള ഗണപതി കോവിലിൽ ആദ്യമായിട്ട് താലി പൂജയ്ക്ക് പോണ സമയത്ത് അവിടുത്തെ ഒരു ക്യാഷ്യർ എന്നോട് പറഞ്ഞു, ശിവന് അർച്ചന തുമ്പപ്പൂവാണ്, അതിനപ്പുറം വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ പറഞ്ഞു. അമരവിള ഗണപതി കോവിലിൽ ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ട് അവിടെ കയറി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും മകൾക്ക് താലി പൂജ സമർപ്പിക്കുകയും ബ്രാഹ്മണർക്ക് മുണ്ടൊക്കെ നിവേദിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഇരുന്ന ഞാനാണ്. ഗണപതി കോവിൽ എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല, എല്ലാം അവിടെ ഉണ്ട്. ശാസ്താവ്, ദേവി ഒക്കെ ഉണ്ടെന്ന് നാഗം. അമരവിളയിലും പോവും, മുത്താരമ്മലിലും പോവും. അങ്ങനെ പോയി ദിവസം പ്രതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ മകളും ഞാനും ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യമെന്ന് ഞാൻ പറയുന്നു. ജാതി മതമൊന്നും എനിക്ക് പറയാൻ പറ്റുകയില്ല. ഞാനൊരു വലിയ സ്കൂളിലെ അധ്യാപിക ആയിരുന്നതുകൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ദൈവിക ജ്ഞാനം കൊണ്ടും ഒരു ജാതിയെയും മതത്തെയും ഞാൻ കുറ്റം പറയുകയില്ല. ജാതിയെയും മതത്തെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരുടെ ശാപം കൂടെ ഞാൻ ഏൽക്കേണ്ടി വരും, അവരുടെ കണ്ണുനീരിലൂടെ ഏൽക്കേണ്ടി വരും. എനിക്ക് ദൈവം തരുന്ന പേരുകളും ദർശനങ്ങളും മാത്രമേ എനിക്കറിയാവൂ. തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും ദൈവം പറയും, അങ്ങനെയും പറയും. അപ്പോൾ അതുകൊണ്ട് ദൈവം പറയുന്ന ദർശനപ്രകാരം എനിക്കങ്ങനെ ഒരു സ്പെസിഫിക് ജാതിയെ പൊക്കി പിടിക്കുവാനോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് വേണ്ടി നിൽക്കാനോ സാധിക്കുകയില്ല. എനിക്ക് എൻ്റെ പ്രാർത്ഥന ഞാൻ തുടർന്നു ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. തുമ്പപ്പൂവ് ഒരു
2010-നും 2018-നും ഇടയ്ക്ക് ശ്രീവരാഹം ഫ്ലാറ്റിൽ ഞാൻ ആരാധന നടത്തുന്ന മുറിയിൽ സമർപ്പിക്കുകയും അത് ക്ഷേത്രങ്ങളിൽ 1-2 ദിവസം കൊടുക്കുകയും അങ്ങനെ തുമ്പപ്പൂ ഒരു ദിവസം ശിവന് കിട്ടിയാൽ മതി, കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു തരും എന്നാണ്. അപ്പം തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും ഇരുന്നാലും ഏറ്റവും ഭഗവാന് ശ്രേഷ്ഠമുള്ള പൂവ്. ഒരിക്കലും ക്ഷേത്രങ്ങളിൽ അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ പൂവ് ചർച്ചന ചെയ്തതിൻ്റെ ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. ഞാൻ ഹൈന്ദവ വിശ്വാസിയൊന്നുമല്ല. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു, തുമ്പപ്പൂ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. എന്തോ തുമ്പപ്പൂ അർച്ചന ചെയ്യണം. തുമ്പപ്പൂ കിട്ടണമെങ്കിൽ വയനാടോ അല്ല കാസർഗോഡ് അല്ലെങ്കിൽ വയലുകളിലൊക്കെ പോകണം. ആര് കണ്ടുപിടിക്കും ഇപ്പോൾ? അങ്ങനെ കിട്ടിയതിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സൗഭാഗ്യം. ഇതിൽ നിന്ന് ഒരു മാറ്റവുമില്ല. ഞാൻ എഴുതി കൊടുത്ത കാര്യങ്ങൾ തുമ്പപ്പൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശിവൻ പറഞ്ഞു തന്നും കാണും. അപ്പം അതുകൊണ്ട് ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവും. ആരെയും ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. ഒരു ജാതിയും മതത്തെയും കുറ്റം പറയാനൊന്നും എനിക്ക് പറ്റുകയില്ല. എനിക്ക് ദൈവം തരുന്ന വഴിയിൽ കൂടെ ഞാൻ നടന്നു പോകും. ശത്രു ഉപദ്രവിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്താലും ഭീഷണിപ്പെടുത്തി ചെയ്താലും അതൊക്കെ തൽക്കാലം അവർക്ക് തന്നെ നാശം. താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴും. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊന്നും പറയാൻ പറ്റുകയില്ല. ഞാൻ അധ്യാപിക പഴഞ്ചൊല്ലുകൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇന്നത്തെ തീമെന്ന് സ്വാമി പറയുന്നത്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴും. ആരെ ഉപദ്രവിക്കരുത്. എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മാക്സിമം ആസ്വദിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുവാൻ ശ്രീ പത്മനാഭസ്വാമി ആവശ്യപ്പെടുന്നു. തുമ്പപ്പൂ അർച്ചന ശിവൻ പ്രീതികരമായി എടുക്കുകയും പത്രസ്ഥാനം, അമ്മസ്ഥാനം, അച്ഛൻ സ്ഥാനമൊക്കെ ക്ലിയർ ചെയ്ത് തരികയും ചെയ്തിരിക്കുന്നു. ഓം നമോ നാരായണായ.